ഹലോ ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ പാർട്ട് 2 വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ എന്തായാലും പോയിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് പേർച്ചേസുമായി ബന്ധപ്പെട്ട് നമ്മൾ തലശ്ശേരിയിലാണുള്ളത്. ഇപ്പോൾ എത്തിയിട്ടുള്ളത് അൺലിമിറ്റഡിലാണ്. അൺലിമിറ്റഡിൽ വന്നതിന് മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതാ വെയിൽ എന്നറിയോ, ചൂട് കൊണ്ട് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ വിചാരിച്ച് എന്നാൽ പിന്നെ നമ്മളെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് വേണ്ട കളക്ഷൻസ് ഇവിടെ ഉണ്ടോ എന്നും കൂടി നോക്കാമെന്ന്. അങ്ങനെ ചെന്നു. ആദ്യം തന്നെ നമ്മൾ ഈ ചെറിയ ചെറിയ സാധനങ്ങൾ, ഈ ടീഷർട്ട്, ക്രോപ്പ് ടോപ്പ് അങ്ങനത്തെ ഒന്ന് ജസ്റ്റ് നോക്കി. പക്ഷെ നമ്മൾ വാങ്ങിക്കാനായിരുന്നില്ല, കാരണം നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഡ്രസ്സല്ലായിരുന്നു, ഒരു പാർട്ടി വെയർ ആയിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലത്തെ ഒന്ന് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പോകുന്ന ടൈമോ പറയാതിരിക്കാൻ വയ്യ, ഒടുക്കത്തെ ചൂട്. കണ്ണൂർ ജില്ലയിൽ നല്ല ചൂടാണല്ലോ, എല്ലാ ജില്ലയിലും ഉണ്ടാവും, പക്ഷേ കണ്ണൂർ ജില്ലയിൽ കുറച്ച് കൂടുതലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ഞങ്ങളിത് അടുത്തൊരു ഷോപ്പിൽ കയറി. അടുത്ത ഷോപ്പിൽ കയറിയപ്പോഴോ നമുക്ക് വേണ്ട ടൈപ്പ് ഓഫ് സാധനവും ഇല്ല, കളറും ഇല്ല. പിന്നെ നമ്മൾ അവിടെയും വെച്ച് താമസിപ്പിച്ചില്ല, അവിടെ നിന്നും ഇറങ്ങി. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു നമുക്കെന്നാൽ പിന്നെ മെറ്റീരിയൽ എടുത്താലോ എന്നുള്ള ചിന്ത ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഷോപ്പിലും കൂടി കയറി, അവിടെയും നമ്മൾ വിചാരിച്ച സാധനമില്ല. അവസാനം നമ്മുടെ സ്വന്തം പരാഗിലാണ് എത്തിയിട്ടുള്ളത്. പരാഗിൽ ചെന്നാൽ നമ്മൾ ശരിക്കും കാണാത്ത ലോകത്ത് ചെന്ന പോലെ അങ്ങനെ ഒരു ഫീലാണ്. കാരണം നമ്മൾ വിചാരിച്ച സാധനവും കിട്ടും, അതുപോലെ തന്നെ കളറിനൊന്നും ഒരു ക്ഷാമം ഉണ്ടാവില്ല. ആ കളറുകളെ തന്നെ വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെ വേണ്ട സാധനം ഏതാ വാങ്ങേണ്ടതെന്നായി പിന്നെയുള്ള കൺഫ്യൂഷൻ. അങ്ങനെ കുറേ സമയത്ത് തപ്പലിന് ശേഷം വേണ്ട മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഇതൊരു ഫങ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് വേണ്ട സാധനം എന്തായാലും ഇങ്ങനെയൊക്കെ സെറ്റാക്കാനേ പറ്റൂ എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് വീട്ടിലേക്ക് പോക്കല്ല, ഫുഡ് കഴിക്കാൻ പോക്കാണ്. അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ പോയത് MRAയിലാണ്. അവിടെ നോക്കുമ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പോയ സമയം ഒരു 3 മണി ആ ടൈം ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ചൂടോ ഒരു രക്ഷയില്ലാത്ത ചൂടും ആണല്ലോ. അപ്പോൾ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നായിട്ട് കുടിക്കുന്നത് കൊണ്ട് വിശപ്പ് അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ പൊറോട്ട കഴിക്കാൻ തീരുമാനിച്ചു. പൊറോട്ടയും അൽഫാമും ഓർഡർ ചെയ്തു. അങ്ങനെ മുണുക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുകയാണ്. വിശന്നിരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വരെ സമയം ഉണ്ടായില്ല. ആർത്തിയോടെ കഴിക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചത്, കാരണം നല്ല വിശന്നു പോയായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒരു ജ്യൂസും കൂടി പറഞ്ഞു. അങ്ങനെയാണല്ലോ, എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു ജ്യൂസും കൂടി കിട്ടുമ്പോഴുള്ള ഒരു ആശ്വാസം അത് വേറെയാണല്ലോ. അപ്പോൾ അനുവിന് സ്നാക്സൊക്കെ വാങ്ങിക്കാനുണ്ടായി. അനു സ്നാക്സൊക്കെ വാങ്ങിക്കുന്നുണ്ട്. MRAൻ്റെ പുറത്ത് തന്നെ ഒരു ടീ സെറ്റപ്പ് പരിപാടി ഉണ്ട് കേട്ടോ, ഇങ്ങനെ സ്നാക്കും കിട്ടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു കോക്ടെയിൽ, കണ്ണൂർ കോക്ടെയിൽ അല്ല കേട്ടോ, ഇത് തലശ്ശേരി കോക്ടെയിൽ, അതും കുടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അനുവിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞതിന് ശേഷം പോവാണ്. മറ്റൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റ. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.